ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപ്നാഥാണ് വിസ്മയാനുസവം ചേരുന്നത്. ഈ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ, എന്താണ് അതിന് പിന്നിലെ കാരണം? ഹിന്ദു മഹാസഭ ശരിക്കും LDFനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് വികസനവും അതുപോലുള്ള എല്ലാ പ്രവർത്തനം നടത്തി വരാനായിട്ട് കഴിവുള്ളൊരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിലുണ്ട്. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ പറ്റുന്നൊരു മന്ത്രിസഭയുണ്ട്. അത് നമുക്ക് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂരിലും അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. കാരണം നിലമ്പൂരിലും ഈ അനാവശ്യമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് അവിടെ ഉണ്ടാക്കി വെച്ചത് അൻവർ. കാരണം കോടികളാണ് അവിടെ ഇപ്പോൾ ചെലവാക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന്. ഈ കോടികൾ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി അവിടെ എന്താ ചെയ്യുന്നത്? ആ നികുതി തന്നെയാണ് നമുക്ക് ആ നികുതി ആണ് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF വരേണ്ട ആവശ്യം തന്നെയാണ്. കാരണം അത് അൻവറിനെതിരായിട്ടും കൂടി തന്നെയാണ് ഞങ്ങൾ പൊരുതുന്നത്, അല്ലാതെ അല്ല. കാരണം അവിടെ വികസനം നമ്മൾ ഓരോരുത്തരും അവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള സാധനങ്ങൾ പലയിടത്തും അത് നടപ്പിലാക്കില്ല. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ നാട്ടിൽ ഒരിടത്തും പലയിടത്തും അത് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവിടെ നടക്കുന്നത്. അത് നടന്നു വരേണ്ടതാണ്. പിന്നെ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഒരാൾ വരികയും ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണെന്ന് വേജേന അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും BJPയും ഈ പറയുന്ന LDFനെയും എല്ലാം വിമർശിച്ചുകൊണ്ട് ആധികാരികമായിട്ട് ഹിന്ദു മഹാസഭയായിട്ട് ഒരു ബന്ധമില്ല, സ്വയം പ്രഖ്യാപിതമായിട്ടുള്ളൊരു തോക്കുസ്വാമിയാണ് അദ്ദേഹം. അവിടെ വന്ന് ഇത് ചെയ്തതോടുകൂടി ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടി വന്നു. അതവിടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ MV ഗോവിന്ദൻ മാസ്റ്റർ താങ്കളെ അറിയില്ല എന്നാണ് പറഞ്ഞത്, എന്താണ് പ്രതികരണം? അതായത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഈ പറയുന്ന തോക്കുസ്വാമിയോട് ചെന്നിരുന്നു. അവർ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അവിടെ ചെന്നിരുന്നു. അവിടെ നിന്ന് അവർ ഇറക്കി വിടുകയും ചെയ്തു. അവിടെ 2-3 പേര് ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഹിന്ദു മഹാസഭയായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞു അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹമാണ് അവിടെ ചെന്നിരുന്നത്. പിന്നെ ഞങ്ങൾ LDF കൺവീനറുമായിട്ടായിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തത്. ഏതാണ്ട് 2014 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഹിന്ദു മഹാസഭ ഓൾറെഡി നേരത്തെ തന്നെ ചർച്ച നടത്തി ആ കാര്യങ്ങൾ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ 20 മണ്ഡലങ്ങളിലും 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും അഖില ഭാരത ഹിന്ദു മഹാസഭ പിന്നെ LDFന് തന്നെയാണ് സപ്പോർട്ട്. അതേ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്തു വന്നത്. അവിടെ ഞങ്ങൾ അവിടെ ചെന്ന് കാണേണ്ടവരെ കണ്ടു, കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിനൊന്നും നമുക്ക് ഇവിടെ വിവാദമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പരിപൂർണമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണെന്നും അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് വേറെ നമുക്ക് അതിനകത്ത് അജണ്ടകളൊന്നും ഇല്ല. അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് അവിടെ അജണ്ടയൊന്നും ഞങ്ങൾ വച്ചിട്ടുമില്ല. ഹിന്ദു മഹാസഭയുടെ എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ വർഗീയ വിഷയങ്ങളും വർഗീയതയും ഇല്ലാത്ത ഒരു നാടായിട്ട് സൗഹൃദപരമായിട്ട് വരണം എന്നുള്ളൊരു ചിന്താഗതി ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. ആ അന്തരീക്ഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ LDF വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയിലേക്ക് വരുന്നവരുടെ ആദ്യമേ പറയാറുണ്ട്, ഇതിനകത്ത് ഒരു വർഗീയ വിഷയം ഉണ്ടാക്കാനായിട്ട് ആരും വരണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരും വരണ്ട, നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സഹവർത്തിച്ച് കൊണ്ടുപോകാനായിട്ട് തയ്യാറാണെങ്കിൽ ഞങ്ങളിവിടെ വരാം. അത് തന്നെയാണ് പറയുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം ഈ വിവാദങ്ങൾ അത്രയും ഉണ്ട്, അവിടെ വിഷയങ്ങൾ അത്രയും ഉണ്ടാക്കി. ഈ തോക്കുസ്വാമി എന്ന് പറഞ്ഞാൽ അയാളാണ്, ഈ ഹിമോൽ ബദ്രാൻ എന്നാണ്. ഈ പ്രശ്നങ്ങൾ അത്രയുണ്ട്. കാരണം അവനൊരു തലയ്ക്ക് സുഖമില്ലാത്തൊരവസ്ഥ പോലെയുള്ളതായിരുന്നു. ഇപ്പോൾ ഒന്ന് പറയും, ഇപ്പോൾ അല്പം കഴിഞ്ഞ് എന്താ പറയുന്നതെന്ന് അവനെ എന്നെ അറിയത്തില്ല. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ആര് എന്തും പറഞ്ഞ് വിമർശിക്കുക, ആര് എന്ത് പറഞ്ഞ് ചീത്ത വിളിക്കുക. ഇപ്പോൾ എന്നെക്കുറിച്ചും അവിടെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. കാരണം അവൻ ഇവിടെ 2-3 പേരെ വിട്ടിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഹിന്ദു മഹാസഭയുടെ ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെന്നും 7 ജില്ലയുടെ ചുമതല ഞാൻ നോക്കിക്കോളാം. കുറേ ഓഫറുകളുമായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. ഞങ്ങളിവിടെ എടുക്കാൻ തയ്യാറല്ല. കാരണം ഈ ഒരു രാജശ്രീ ചൗധരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവകാശപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഹിന്ദു മഹാസഭയായിട്ട് ഒരു ബന്ധമില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഡൽഹി ഇലക്ഷൻ കമ്മീഷനും എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിയമപരമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാനായിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയിൽ ഞാൻ നേതൃത്വം നൽകുന്ന അതിനാണ് ഇവിടെ പരിപൂർണ ഉത്തരവാദിത്വം. ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മുനിസിപ്പൽ കോടതിയുടെ ഓർഡർ നിലവിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ DGPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അത് എല്ലാ സ്റ്റേഷനുകൾക്കും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓർഡറുണ്ട്. ഇയാൾക്കെതിരായിട്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3-ാം തീയതി ഞാൻ പത്രത്തിൽ കാണുന്നത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു പ്രഖ്യാപനവും ഫോട്ടോ ഉൾപ്പെടെ കാണാം. അപ്പം അങ്ങനെ അന്ന് തന്നെ DGP ഉൾപ്പെടെ എല്ലാ പേരും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് 6-ാം തീയതി ഇവിടെ വന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി ഹിന്ദു മഹാസഭയായിട്ട് ഹിമോൽ ഭദ്രാനത്തേക്ക് ഒരു ബന്ധമില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതിനെതിരായിട്ട് എന്താ ഔദ്യോഗികമായിട്ട് ഇയാൾക്ക് എന്താ ചുമതലയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുമതലയൊക്കെ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് എതിരായിട്ട് കൊടുക്കാത്തത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഒരു സ്ഥലത്ത് പോലും ഈ തോക്കിസ്വാമി എന്ന് പറയുന്ന ഹിമോൽ ഭദ്രാൻ്റെ അഡ്രസ്സ് പോലും വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ അഡ്രസ്സ് ഉൾപ്പെടെയാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ ഈ 23 വർഷമായി സന്യാസം എടുത്തിട്ട് ഈ സന്യാസത്തിന് അന്നും ഇന്നും ഒരേ കാവ്യ തന്നെയാണ് ഞാൻ ധരിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ നാടകത്തിൽ മാറുന്നത് പോലെ ഒളിച്ചോടിയിട്ടുമില്ല, ഒരിടത്തും പോയിട്ടുമില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട്, തിരുവനന്തപുരത്ത് തന്നെയാണ് എപ്പോഴും ഉള്ളത്. LDF കൺവീനറുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞത് ശരിയാണോ? LDF കൺവീനറുമായിട്ട് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ചർച്ച നടത്തിയിരുന്നു. അന്ന് മുതൽ പിന്നെ നമുക്ക് ഒരു പ്രത്യേകിച്ച് പിന്നെ ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയി അതിന് വേണ്ട സമ്പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്കിനി തോന്നുന്നില്ല. കാരണം അത് അവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായി. കാരണം ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് അവിടെ വേജനായിട്ട് ഒരാളെ എത്തുകയും അവിടെ സ്ഥാനാർത്ഥി നിർത്തിയെന്ന് പറയുകയും എന്നാൽ ആ സ്ഥാനാർത്ഥി ഹിന്ദു മഹാസഭയുടെ പേര് നിർത്തുകയും ചെയ്തില്ല. ആരെയോ ഒരാളെ നിർത്തിയിട്ട് ആ ആളെ എന്നെ പിൻവലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയെല്ലാം അത് കഴിഞ്ഞിട്ട് ലീഗിനെയും BJP സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെയും MP ആയിട്ടുള്ള സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ എല്ലാ പേരെയും അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ പ്രസ്ഥാനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ഒരു വർഗീയ സംഘർഷമോ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി അവിടെ പ്രവർത്തിച്ച ഹിമോൽ ഭദ്രാനന്ദയ്ക്ക് എതിരെയാണ് ഞങ്ങളവിടെ വന്നത്. അവിടെ വരികയും ഞങ്ങളവിടെ പ്രചരണം നടത്തുകയും ചെയ്ത് ഞങ്ങൾ ഇന്നും അവിടെ LDF തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ നിങ്ങൾക്ക് എത്ര വോട്ടാണുള്ളത്? ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 5000-ഓളം വോട്ട് അവിടെ ഉണ്ടാവും. കാരണം ഞങ്ങളുടെ എല്ലാ കേരളത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം മെമ്പർമാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ജാതിയോ മതമോ എന്നുള്ളതല്ല. കാരണം പല ജാതിയിൽപ്പെട്ടവരും പല മതത്തിൽപ്പെട്ടവരും ഞങ്ങളെ ഒരു ആവശ്യങ്ങളായിട്ട് സമീപിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളെല്ലാം ഞങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നമ്മളെ എന്ത് ചെയ്യും, നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കും. പരിപൂർണമായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. കാരണം നമ്മൾ അവിടെ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ ഇതൊന്നും അല്ല നോക്കുക. ഒരാവശ്യം വന്നു അവർക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ നിന്ന് ഞങ്ങൾ ഒരാവശ്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരുടെയും വോട്ടും സപ്പോർട്ടും നമുക്ക് തന്നെ ഉണ്ട്. അത് നമ്മൾ പറയുന്നവരൊക്കെ ചെയ്യും. ആദിവാസികളുടെ ഇടയിലായാലും മറ്റുള്ള ഇടയിലായാലും അത് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളവർ അത് ചെയ്യും. സ്വാമിയുടെ ഇത്രയും വിലപ്പെട്ട കുറച്ച് സമയങ്ങൾ നമുക്ക് വിസ്മയ ന്യൂസിന് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം.